അങ്ങനെ മലയാളിക്ക് അഭിമാനമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആദ്യ റാങ്കുകളിൽ നിരവധി മലയാളികൾ ഉണ്ട്. ഒന്നാം റാങ്ക് ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ്, ലക്നൗ സ്വദേശിയാണ്. രണ്ടാം റാങ്ക് അനിമേഷ് പ്രധാൻ. മൂന്നാം റാങ്ക് ഡോക്ടർ നൂറു അനന്യ റെഡ്ഡി എന്നിവർക്കാണ്. നാലാം റാങ്കിലേക്ക് വരുമ്പോൾ മലയാളിയായ PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ്. അർജുൻ പീതാംബരൻ നൽകും ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ. അർജുൻ, സിവിൽ സർവീസ് പരീക്ഷാഫലം വരുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം ഈ 100-നകത്തേക്ക് വരുമ്പോൾ 4ാം റാങ്ക് മലയാളി വിദ്യാർത്ഥിക്കാണ് സ്വന്തമാകുന്നത്. ഒപ്പം മറ്റ് നിരവധി റാങ്കുകൾ 100-നകത്ത് തന്നെ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം 1ാം റാങ്കുകാരൻ്റെയും 2ാം റാങ്കുകാരൻ്റെയും ഒക്കെ വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ വലിയ രീതിയിലുള്ള നേട്ടം അല്ലെങ്കിൽ അഭിമാനം തന്നെ മലയാളികൾക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു റിസൾട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ എന്ന് പറയാം. 1016 പേരുടെ പട്ടികയാണ് ഇപ്പോൾ സിവിൽ സർവീസ് പുറത്തുവിട്ടിരിക്കുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ യോഗ്യത നേടിയ 1016 പേരുടെ പട്ടിക. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ നിന്നും 347 പേര്, EWSൽ നിന്നും 115, OBC 303, SC 165, ST 86, ആകെ 1016 എന്നുള്ളതാണ് കണക്കുകളുള്ളത്. 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ലക്നൗ സ്വദേശിയാണ്. ലക്നൗ സ്വദേശിയായിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവ. 2ാം റാങ്ക് ഒഡീഷ സ്വദേശിയായിട്ടുള്ള അനിമേഷ് പ്രധാൻ. 3ാം റാങ്ക് തെലങ്കാന സ്വദേശിയായിട്ടുള്ള ഡൊനൂരു അനന്യ റെഡ്ഡി. ആദ്യത്തെ 5 റാങ്കുകളിൽ തന്നെ 4ാം സ്ഥാനം PK സിദ്ധാർത്ഥ് രാംകുമാർ, എറണാകുളം സ്വദേശിയാണ്. അതുപോലെ ആദ്യത്തെ 100-ൽ തന്നെ ഏകദേശം 7 മലയാളികളാണ് വരുന്നത്. മാത്രമല്ല പട്ടിക മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ 20ഓളം അല്ലെങ്കിൽ 22 എന്നുള്ള രീതിയിലേക്കെങ്കിലും അത്രയും മലയാളികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ പ്രത്യേകിച്ചും 31ാം റാങ്കിലേക്ക് വിഷ്ണു ശശികുമാർ, 40ാം റാങ്കിൽ അർച്ചന PP, 45ാം റാങ്കിൽ രമ്യ R തുടങ്ങിയ വലിയ റാങ്ക് വിവരങ്ങൾ നൽകിയത്.